സ്വാമി ഭൂമാനന്ദ തീർത്ഥജിയുടെ പാദങ്ങളിൽ പ്രണാമം. സ്വാമി വിശേഷാനന്ദ തീർത്ഥജിയുടെ പാദങ്ങളിൽ പ്രണാമം. മാ ഗുരുപ്രിയാജിയുടെ പാദങ്ങളിൽ പ്രണാമം. ഇവിടെ സന്നിഹിതരായ എല്ലാ സന്യാസിശ്രേഷ്ഠന്മാരും മഹത്വ്യക്തികൾക്ക് നമസ്കാരം. പിന്നെ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ വളരെ അധികം ഭാഗ്യമുണ്ട്. ഇന്ന് നമ്മൾ സ്വാമിജിയുടെ ഭാഗവത പരിവ്രജന പരമ്പരയിലെ പുസ്തകങ്ങളിൽ വായന സത്രം റീഡിംഗ് സെഷൻ തുടങ്ങാൻ പോവാണ്. ഈ 16 പുസ്തകങ്ങൾ സ്വാമിജി നൽകിയ ഒരു വലിയ നിധിയാണ്. മുക്തി സുധാകരം വഴി അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ വഴി സ്വാമിജിയുടെ ഭാഗവതത്തിൻ്റെ തത്വങ്ങൾ, മൂല്യങ്ങൾ, സിദ്ധാന്തങ്ങൾ പകർന്നുകൊണ്ട് പ്രായോഗികമായ രീതിയിൽ പകർന്നുണ്ട്. നമുക്ക് ജീവിതത്തിൽ വളരെ എളുപ്പമായിട്ട് പകർത്താൻ പറ്റുന്ന രീതിയിലാണ് സ്വാമിജി ഈ ഭാഗവതം സന്ദേശങ്ങൾ ഈ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മുക്തി സുധാകരം കണ്ടിട്ട് കുറേ ആൾക്കാർ, അനവധി ആൾക്കാർ കത്തെഴുതാറുണ്ട്. ജീവിതത്തിൽ നല്ല ഉന്നതിയുണ്ട്, മനസ്സിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ജീവിതം ഇപ്പോൾ നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വളരെ കാര്യം നമ്മൾ ചെയ്യാൻ ഇങ്ങനെ പോവാണ്. അത് ഞങ്ങൾ വളരെയധികം ധന്യനാണ്. ഈ പുസ്തകങ്ങളിൽ പറഞ്ഞ വാക്കുകൾ എത്രത്തോളം നമുക്ക് ആത്മസാത് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം ആൾക്കാരോട് പ്രചരിക്കാൻ പറ്റുമോ, അത്രത്തോളം നമ്മളുടെ രാജ്യത്തിലെ നന്മ, മേന്മ, ഉയർച്ച നിസ്സംശയം ഉണ്ടാവും. അതിൽ ഒരു 2 വാക്കില്ല, അതിലൊരു സംശയമില്ല. നമസ്കാരം. ഭക്ത്യാ സമാരാധിതോ ഭക്തൈർവൈദികലക്ഷണേന വിധിനാ സന്തുഷ്ട ഈശ സ്വയം സാക്ഷാത് ശ്രീ ഗുരുരൂപമേത്യ കൃപയാ ദൃഗ്ഗോചരസൻ പ്രഭു തത്വം സാധു വിബോധ്യ താരയതി താൻ സംസാരദുഃഖാർണവാൻ തത്വം സാധു വിബോധ്യ താരയതി താൻ സംസാരദുഃഖാർണവാൻ ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ വിദ്യവരുധ്യത്തെ പ്രകൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാत् ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയ
मे तत्र ज्ञानविरागभक्तिसहितं नैष्कर्म्यमाविष्कृतं तच्छृण्वन् विपठन् विचारणपरो भक्त्या विमुच्येन्नरः तच्छृण्वन् विपठन् विचारणपरो भक्त्या विमुच्येन्नरः. സംപൂജ്യ സ്വാമിജിയുടെ പുസ്തകങ്ങൾ ഇവിടെ സഭാനികേതനിൽ നിരന്തരം സത്സംഗങ്ങളിൽ പങ്കെടുത്തു വരുന്ന എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തണം എന്ന ആശയം ഭക്തരിൽ ഒരാൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഞങ്ങൾക്കത് വളരെ സന്തോഷമായി കേട്ടപ്പോൾ. സ്വാമിജി ഈ സഭാനികേതൻ്റെ സങ്കല്പം നിറവേറ്റി ഇവിടെ പരിപാടികൾ നടക്കുന്ന കാര്യം വിചാരിച്ചത് മുതൽ സ്വാമിജി എപ്പോഴും പറയാറുണ്ട്, ഈ സഭാനികേതൻ ശ്രീമദ് ഭാഗവതത്തെ ചൊല്ലിയാകണം, അതിൽ നമ്മൾ വെള്ളം ചേർക്കരുത് എന്ന്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് സ്വാമിജിയുടെ പുസ്തകങ്ങൾ, അതും ശ്രീമദ് ഭാഗവതത്തെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അത് പരിചയപ്പെടുത്തുക എന്നുള്ളത് വളരെ സന്തോഷകരമാണ്, സാഫല്യകരമാണ്, എല്ലാവർക്കും അങ്ങേയറ്റം ഗുണമുള്ളതും ആയ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ എത്ര പേർ ഇവിടെ പുതിയ അംഗങ്ങളുണ്ട് എന്നറിയില്ല, എന്നാലും ഇവിടെ ഉള്ളവർ എല്ലാവരും സ്വാമിജിയെ നല്ലവണ്ണം അറിയുന്നവരാണ്, സ്വാമിജിയോട് അങ്ങേയറ്റം സ്നേഹവും ഭക്തിയും ഉള്ളവരാണ്. അങ്ങനെ ഇരിക്കെ ഈ പുസ്തകങ്ങളുടെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടോ എന്നും ഒരു പക്ഷം ഉണ്ടായാൽ അതിൽ നമുക്ക് പറയാനൊന്നുമില്ല. എങ്കിലും എനിക്ക് ഈ പുസ്തക വായനയെപ്പറ്റി പറയാനുള്ളത് ഇതാണ്. നമ്മൾ സംപൂജ്യ സ്വാമിജി എപ്പോഴും പറയും, വായിക്കുന്നത് അത് ഗ്രഹിക്കാനാകണം, ഗ്രഹിക്കുന്നത് അത് ആയിത്തീരാനാകണം. സ്വാമിജിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിലുള്ളത് സ്വാമിജി ഗ്രഹിച്ച് ആ ഗ്രഹണം തത്സമയം സ്വാമിജിയിൽ അത് സ്പഷ്ടമായി വെളിപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ നമ്മൾ എല്ലാവർക്കും അങ്ങനെയല്ല. അവിടെയാണ് നമുക്ക് പുനർവായനകളുടെയും വായനയെ ആധാരമാക്കിയുള്ള മനനത്തിൻ്റെയൊക്കെ ആവശ്യം അനുഭവപ്പെടുക. ആ നിലയ്ക്ക് ഈ പുസ്തകങ്ങൾ നിങ്ങൾ ഏറെക്കുറെ പേര് വായിച്ചിട്ടുണ്ടാവാം, ഒരുപക്ഷെ വായിച്ചിട്ടില്ലായിരിക്കാം. രണ്ടായാലും വായിക്കുന്നത് കൊണ്ട് വളരെയേറെ ഗുണമുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പുസ്തകങ്ങൾ സംപൂജ്യ സ്വാമിജി രചിക്കുന്നത്, വിജയൻ മേനോൻജി പറഞ്ഞത് ശരിയാണ്, സ്വാമിജി മൗലികമായിട്ടും വളരെ സ്വതന്ത്രമായിട്ടുമാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള അതിനെ ആധാരമാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ രചിക്കുന്നത്. അതിൽ കവിഞ്ഞ ഒരു വിശേഷം വിജയൻ മേനോൻജി പറഞ്ഞു, സ്വാമിജി ആ ശ്ലോകങ്ങൾ മനനം ചെയ്ത് സ്വതന്ത്രമായിട്ട് എഴുതുകയാണെന്ന്. സ്വാമിജിയുടെ ഉള്ളിൽ സദാ സ്വാമിജി അനുഭവിക്കുന്ന സത്യം ഈ ശ്ലോകത്തിൻ്റെ വാക്കുകളിൽ കൂടെ പുറത്തു വിടുക എന്നതാണ് സ്വാമിജി ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവിടെ സ്വാമിജിയുടെ അനുഭവപ്പെട്ട സത്യമാണ് സ്വാമിജി വെളിപ്പെടുത്തുന്നത്. അത് അനർഗളം സ്വാമിജിയുടെ വിരൽത്തുമ്പുകളിലൂടെ, ടൈപ്പ് റൈറ്ററിലൂടെ, കീബോർഡിലൂടെ, കമ്പ്യൂട്ടറിൽ നമുക്ക് കാണുമ്പോൾ സ്വാമിജി തന്നെ ഞാൻ എങ്ങനെയാണ് ഇത് എഴുതുന്നത് എന്ന് ചിലപ്പോൾ സ്വാമിജി തന്നെ അത്ഭുതം കൂടി ചോദിക്കും. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആ ചോദ്യത്തിൻ്റെ അർത്ഥം തന്നെ മനസ്സിലായെന്ന് വരില്ല. സ്വാമിജി അത്ഭുതപ്പെടുന്നത് സ്വാമിജിയിലെ സത്യമാണ് വാക്കുകളായിട്ട് വരുന്നത്. സ്വാമിജിക്ക് അതിൽ ഒരു പങ്കുള്ളതായിട്ട് പോലും ചിലപ്പോൾ തോന്നുന്നില്ല. അത്ര കണ്ട് ഒരു ജ്ഞാനിയുടെ സ്പർശമുള്ള വാക്കുകളാണ് ഈ പുസ്തകങ്ങളിലുള്ളത്. അതുമാത്രമല്ല, വിജയൻ മേനോൻജി പറഞ്ഞതുപോലെ തന്നെ ശൈലിയിലും ഒരു അനന്യത്വമുണ്ട്. അതിൽ സ്വാമിജിക്ക് ഒരു സങ്കോചവുമില്ല. സ്വാമിജിയുടെ ആശയങ്ങൾ സ്പഷ്ടമാക്കാൻ സ്വാമിജി സ്വതന്ത്രമായിട്ട് ചില വാക്കുകൾ പുതുതായിട്ടുണ്ടാക്കും. എന്നിട്ട് പറയും, ഈ വാക്കുകളെല്ലാം ആരോ ഒരാൾ ഉണ്ടാക്കിയതല്ലേ, നമുക്കും ഉണ്ടാക്കിക്കൂടെ? നമ്മുടെ മനസ്സിലുള്ള ആശയം വെളിപ്പെടുത്താൻ ഇപ്പോൾ ഉള്ള വാക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ പുതിയൊരു വാക്കുണ്ടാക്കിയാൽ എന്താ?
അതുപോലെ വേറൊരു കാര്യം പറയും, കുറേ പേർ പറയും മലയാളം കുറച്ച് കടുപ്പമാണ്, കുറച്ച് സംസ്കൃത വാക്കുകളൊക്കെ ഉണ്ട്, അർത്ഥം ഗ്രഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാമിജി പറയും, പഠിച്ച വാക്കുകൾ പിന്നെയും കേൾക്കാനാണോ വായിക്കുന്നത്? വായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? വായിക്കുന്നത് കൊണ്ട് വായിക്കുന്ന ആൾക്ക് പദസമ്പത്ത് കൂടണം, ആശയസമ്പത്ത് കൂടണം, അറിവ് കൂടണം. അതെങ്ങനെ സാധിക്കും? പുതിയ ആശയങ്ങൾ, പുതിയ വാക്കുകൾ, അതൊക്കെ കേൾക്കണ്ടേ? അങ്ങനെയല്ലേ വളരുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളിലെ മടി വിട്ടുകളഞ്ഞ് വേണം ഈ പുസ്തകങ്ങളെ സമീപിക്കാൻ. മടി നമുക്ക് പുസ്തകങ്ങളിലെ വാക്കുകൾ ഗ്രഹിക്കുന്നതിൽ മാത്രമല്ല, ആശയങ്ങൾ ഗ്രഹിക്കുന്നതിലും ഉണ്ടാവും. പലപ്പോഴും നമുക്ക് നമ്മുടേതായ കുറച്ച് ധാരണകൾ ഉണ്ടാവും. അത് നീക്കി വെച്ചിട്ട് വേണം ഏത് പുസ്തകത്തെയും സമീപിക്കാൻ. പ്രത്യേകിച്ചും വിനോദത്തിനല്ലാതെ വിജ്ഞാനത്തിനായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള മുൻധാരണകളെല്ലാം നീക്കി അതാണ് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ. ആ ശ്രദ്ധ എത്ര കണ്ട് നമുക്ക് ചെലുത്തുന്നുവോ അത്രയും ആ പുസ്തകം നമ്മളുമായിട്ട് സംവദിക്കും, നമ്മളിലേക്ക് പ്രവേശിക്കും. സ്വാമിജിക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ഗ്രഹിച്ച് അത് ഞാനായി തീരും എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമുക്കും സാധിക്കും. എപ്പോൾ നമ്മളും അതിന് തക്ക തയ്യാറോടുകൂടി, അതിന് തക്ക വിനയത്തോടു കൂടി ആ പുസ്തകത്തെ സമീപിക്കുമ്പോൾ. ചെറിയൊരു ആമുഖം സ്വാമിജി എഴുതിയിട്ടുണ്ട്, നമ്മൾക്ക് അത് വായിച്ചു തുടങ്ങാം. അപ്പോഴേക്കും സ്വാമിജി എത്തുന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ ഒരു കുറച്ച് വാക്കുകൾ സ്വാമിജിയുടെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടാകാം ഈ ഭാഗം വായിക്കുന്നതെന്ന് വിചാരിച്ചു. ഈ പുസ്തകങ്ങൾ ഇവിടെ നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് നമ്മളിപ്പോൾ ഇവിടെ തന്നെ വിതരണം ചെയ്യാം. നിങ്ങൾക്ക് അത് ഉപയോഗമാകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പിന്നീട് പുസ്തക കൗണ്ടറിൽ നിന്ന് വാങ്ങാം. അല്ലാത്ത പക്ഷം ഇവിടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വായനാ സെഷനിൽ അത് ഉപയോഗിക്കാം. കുറച്ച് പുസ്തകങ്ങൾ അത് കൊടുത്തോളൂ, ആവശ്യമുള്ളവർക്ക് കൊടുത്തോളൂ. ഒന്ന് കൈപൊക്കുവോ പുസ്തകങ്ങൾ ഇപ്പോൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ? ഭാഗവതം നിത്യജീവിതത്തിൽ എന്നാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകം. സ്വാമിജി ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം എന്ന നാമകരണം ചെയ്ത് സത്രം ആരംഭിക്കുന്നത് തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ അതിലെ സത്യങ്ങളും തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ മനുഷ്യർക്ക് നിത്യജീവിതത്തിൽ പ്രയോഗക്ഷമമാക്കാൻ തക്ക വിധത്തിൽ ലഭിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ശീർഷകം വളരെ പ്രസക്തമാണ് നിങ്ങൾക്കെല്ലാവർക്കും. അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഉപയോഗമുണ്ടാവണം. നമ്മൾ വായിക്കുന്നത് മനസ്സിലൊരു ഭാഗത്ത് നമ്മുടെ അറിവായിട്ടിരുന്ന് മറ്റൊരവസരത്തിൽ തിരിച്ചു പറയാൻ പറ്റുമ്പോഴല്ല അത് പൂർണ്ണത കൈവരിക്കുക. ആ അറിവ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാവണം, നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഭാഗമാവണം. ആ ഉദ്ദേശത്തോടു കൂടെ വേണം ഭാഗവത പരിവ്രജനം എന്ന ഈ പരമ്പരയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ. ശ്രദ്ധിച്ചാലും രാമായണത്തെയും മഹാഭാരതത്തെയും പോലെ തന്നെ സുവിദിതമാണ് പാരമഹംസ്യ സംഹിതയായ ശ്രീമദ് ഭാഗവത മഹാപുരാണം. മൂലശ്ലോകങ്ങൾ വായിച്ച് കൂടുതലായി കഥാഭാഗങ്ങൾ കേൾപ്പിക്കുന്ന സപ്താഹങ്ങൾ കുറവല്ല. എന്നാൽ വ്യക്തി, കുടുംബം, സമാജം, ഭരണകർത്താക്കൾ ഇവരെല്ലാം ഫലപ്രദമായി അനുവർത്തിക്കേണ്ട ഒട്ടേറെ മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും പ്രായോഗിക ബന്ധത്തോടെ ശ്രീമദ് ഭാഗവതം അവതരിപ്പിച്ച് ചർച്ച ചെയ്യുന്നുവെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ശ്രീമദ് ഭാഗവത സപ്താഹങ്ങളാണ് കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത്. അവിടെ നിന്ന് വേറിട്ട് നമ്മുടെ സത്രം നിൽക്കുന്നത് തന്നെ അതിലെ തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങൾക്കുമാകണം ഊന്നൽ എന്ന് ചിന്തിച്ച് അതിന് തക്ക നിർദ്ദേശം നൽകി പ്രവക്താക്കൾ അതനുസരിച്ച് ഇവിടെ തത്വപ്രവചനങ്ങൾ നൽകുന്നത് കൊണ്ടാണ്. അതാണ് സ്വാമിജി പറയുന്നത്, വ്യക്തി, കുടുംബം, സമാജം, ഭരണകർത്താക്കൾ ഇവരെല്ലാം ഫലപ്രദമായി അനുവർത്തിക്കേണ്ട ഒട്ടേറെ മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും പ്രായോഗിക ബന്ധത്തോടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കാവുന്ന വിധത്തിൽ ശ്രീമദ് ഭാഗവതം അവതരിപ്പിച്ച് ചർച്ച ചെയ്യുന്നുവെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. 18,000 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഈ മഹത് ശാസ്ത്രം
നല്ല ബുദ്ധിയും മനസ്സുമുള്ളവർക്ക് സ്ഥിരം ആവേശവും മാർഗദർശനവുമാണ്. ഈ വസ്തുത ബുദ്ധിജീവികൾക്കും സരള ഹൃദയർക്കും അറിയാൻ കഴിയില്ലെന്ന് വരുന്നത് ഖേദകരം തന്നെ. ഈ വിടവ് നികത്തണമെന്ന ഉദ്ദേശത്തോടെ സ്വാമി ഭൂമാനന്ദ തീർത്ഥർ തൻ്റെ 40-ലേറെ വർഷങ്ങളായ അധ്യാത്മ പ്രചരണ ജീവിതത്തിൽ ഭാഗവത സിദ്ധാന്തങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചു വരുന്നു. ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, യോഗവാസിഷ്ഠ രാമായണം എന്നീ വേദാന്ത ഗ്രന്ഥങ്ങളുമായി ഇന്ത്യക്കും പുറത്തും ഒരു വിശ്വവിദ്യാലയമായി തന്നെ എന്ന് പറയട്ടെ സഞ്ചരിക്കുന്ന സ്വാമിജി അതിനിടയിൽ ശ്രീമദ് ഭാഗവതത്തിലെ പ്രസക്ത ഭാഗങ്ങളും തുല്യ പ്രാധാന്യത്തോടെ പ്രതിപാദിച്ചു വരുന്നത് ഈ ശാസ്ത്രത്തിനുള്ള പ്രമുഖ സ്ഥാനം വ്യക്തമാക്കുന്നു. സ്വാമിജി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് 2002-ലാണ്. സ്വാമിജി എഴുതിയ ആമുഖം വായിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് സംശോധകരുടെ കുറിപ്പാണ്. പറയാൻ കാരണം 40-ലേറെ വർഷം എന്നുള്ളത് ഇപ്പോൾ 60-ലേറെ വർഷമായി. സ്വാമിജി 93 തികയാണ്. 60 ദശാബ്ദങ്ങളായി സ്വാമിജി ഇപ്പോൾ ജ്ഞാനപ്രചരണം നടത്തി വരികയാണ്. ഏകാദശ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണൻ ഉദ്ധവന് നൽകിയ അന്തിമോപദേശം തലസ്ഥാന നഗരമായ ന്യൂഡൽഹിയിൽ വർഷത്തിൽ ഒരധ്യായം എന്ന തോതിൽ 24 കൊല്ലങ്ങളായി സ്വാമിജി പ്രതിപാദിച്ചത് അവിസ്മരണീയമാണ്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലും വർഷങ്ങളായി ഇടവിട്ട് ഇതേ ഉപദേശം വിശദമായി വിവരിച്ച് മുഴുവനാക്കിയതും സുപ്രധാനമാണ്. നാരായണാശ്രമ തപോവനത്തിൻ്റെയും വ്യാസഗിരിയിലെ ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഈ ഡിസംബറിൽ നടത്താൻ നിശ്ചയിച്ചതോടെ തത്വസിദ്ധാന്തങ്ങളുടെ ഒരു സമീക്ഷ തന്നെയാകണം ഈ മഹത് സംരംഭം എന്ന തോന്നലും അതിനുള്ള തീവ്ര ശ്രമവും സ്വാമിജിയിൽ പ്രബലമായി കടന്നുകൂടി. ഇതിന് തക്ക വീക്ഷണവും സമീപനവും സംഘാടകരിൽ എന്ന പോലെ ശ്രോതാക്കളിലും ഉദിക്കണം എന്ന നിർബന്ധത്തിലാണ് പല അസൗകര്യങ്ങൾക്കും സമയക്കുറവിനുമിടയിൽ സ്വാമിജി ഈ പുസ്തക രചനയ്ക്ക് പുറപ്പെട്ടത്. ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്ന തത്വമൂല്യ സന്ദേശങ്ങൾ പ്രായോഗിക ബന്ധത്തോടെ ബഹുമുഖമായ നിത്യജീവിതത്തിൽ എങ്ങനെ ഇഴുകിച്ചേർക്കാം, മനസ്സിന് സന്തോഷവും ബുദ്ധിക്ക് ആശയത്തെളിച്ചവും വ്യവഹാര കുശലതയും നേടി സാഫല്യം കൈവരിക്കുന്നതെങ്ങനെ എന്നൊക്കെ വ്യക്തമാക്കുന്നതിന് ഈ പുസ്തകം സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു. അതേസമയം ഇത്തരം ശാസ്ത്രങ്ങളുടെ മേന്മയും പ്രയോജനവും ശരിക്കും ഗ്രഹിച്ച് അവയോട് ആഭിമുഖ്യം വളർത്തി സ്വന്തം ജീവിത വ്യാപാരങ്ങളെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ ബുദ്ധിയുള്ളവർക്ക് ഇത് പ്രേരണയാകുമെന്ന് കരുതട്ടെ. ഇതാണ് ഒരു കുറിപ്പായിട്ട് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി സ്വാമിജി നൽകിയ ഒരു മുൻ ലേഖനമാണ്. തുടങ്ങും മുൻപേ, അതായത് ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കും മുമ്പേ, ശ്രീമദ് ഭാഗവതം പാലട പ്രഥമനാണ്. ധാരാളം പുല്ലു തിന്ന് മേഞ്ഞു നടക്കുന്ന ഇളം പശുക്കളുടെ പാൽ, അഴുക്കും ചളിയുമില്ലാത്ത പഞ്ചസാര, ഉമി മാത്രം നീക്കി നറു ചുവപ്പുള്ള തവിടോടെ നുറുങ്ങി പൊടിയാതെ കുത്തിയെടുത്ത പച്ചരി, മൈദ പോലെ അരച്ച് ഇലയിലണിഞ്ഞ് വേവിച്ചെടുത്ത് നുറുക്കി കഴുകി വെടുപ്പാക്കിയെടുത്ത അട, ഇവ മൂന്നും കൂടി അടിയിൽ പിടിക്കാതെ ഇളക്കി കുറുക്കി വറ്റിച്ച് ചെമ്പകപ്പൂ പാകത്തിൽ കുഴച്ചട്ടുകം വലിക്കുമ്പോൾ വിടവ് കാണാറായാൽ വാങ്ങി പാത്രപാകം വന്ന പാലട പ്രഥമനാണ് ഈ മഹത് ഗ്രന്ഥം. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം. പാചകത്തിൽ സ്വാമിജിക്ക് നമ്മൾ ആരെക്കാളിലും ഗ്രാഹ്യമുണ്ട്. അത് സത്യം തന്നെയാണ്. സ്വാമിജി ഒരു ജ്ഞാനി എന്ന നിലയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം
ഒരേ നിഷ്കർഷയും ഒരേ ശ്രദ്ധയും അങ്ങനെ തന്നെ ചെലുത്തിയിട്ടാണ് ചെയ്യുക. നമ്മുടെ സൂത്രപ്പണികളും ഒന്നും നടക്കില്ല. ചെയ്യുന്നതെല്ലാം അങ്ങേയറ്റത്തെ മികവോടുകൂടെ വേണം ചെയ്യാൻ. അങ്ങേയറ്റം ശ്രദ്ധ വേണം. ഇഡലി ആണെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കണം, മാവിന് ഇത്ര ഉഴുന്ന് കാണിക്കണം, പൊട്ടണം. ഇതൊക്കെ വളരെ ഞാൻ വന്ന് ചെയ്യണമെന്നും കൂടെ ചോദിക്കും സ്വാമിജി. അത്രയും ശ്രദ്ധയോടെയാണ് സ്വാമിജി ചെയ്യുക. അത് ഏത് പ്രവൃത്തിയാണേലും, അത് എഴുത്താണേലും, ഒരാൾ വന്ന് സങ്കടം പറയുന്ന സമയത്ത് അത് കേൾക്കുന്നതിലാണെങ്കിലും, ഈ പറഞ്ഞ പോലെ പാചകത്തിന് നിർദ്ദേശം കൊടുക്കുന്നതാണെങ്കിലും, അവിടെ പല കെട്ടിട നിർമ്മാണമൊക്കെ നടക്കും, അതിനുള്ള നിർദ്ദേശമാണെങ്കിലും, കോലും കണക്കും സിമെൻറ്റും മണലും എല്ലാത്തിനും നിഷ്കർഷയാണ്. ആ നിഷ്കർഷ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകുമ്പോൾ എല്ലാത്തിലും സ്ഫുരിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും സ്ഫുരിക്കും. അപ്പം സാധാരണ നമുക്ക് എങ്ങനെയാണ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യും. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല നമുക്കൊരു ദിവസത്തിൽ ചെയ്യേണ്ടി വരിക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തട്ടിക്കൂട്ടി വേണേലും ചെയ്യും. അതാണ് നമ്മുടെ ഒരു ശീലം. ആ ശീലം മാറണം. നമ്മൾ അങ്ങനെ ഒരു ഇഷ്ടാനിഷ്ടങ്ങളുള്ളൊരു ബുദ്ധി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാനും ചില കാര്യങ്ങൾ എങ്ങനെയും ഒപ്പിച്ച് ചെയ്യാനും തോന്നുന്നത്. അത് നീങ്ങിയ ഒരു മനസ്സായതുകൊണ്ടാണ് സ്വാമിജിക്ക് ഒരേ ശ്രദ്ധ, അതും 100% ചെയ്യുന്ന പ്രവൃത്തിയിൽ ചെലുത്താൻ പറ്റുന്നത്. അങ്ങനെയൊരു ബുദ്ധിയും അങ്ങനെയൊരു ഹൃദയവും ഉള്ളതുകൊണ്ടാണ്. അപ്പം അതാവണം നമ്മുടെ ലക്ഷ്യം. നമ്മൾക്കും ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യത്തിലും പരമാവധി ശ്രദ്ധ വേണം. പാലും പഞ്ചസാരയും അടയും തിളച്ചിഴുകി ചേർന്നുണ്ടാകുന്ന ഈ പായസത്തിൽ അകം പുറമെന്നെ മണവും രസവും അനുഭവപ്പെടും. ആവോളം രുചിച്ച് മതി വരുവോളം കഴിക്കാം. അതിന് കളമൊരുക്കാനാണ് പരമ്പൊരുൾ രചിച്ചിട്ടുള്ള ദൃശ്യലോകത്തിലെ വിവിധ അനുഭവങ്ങൾ. അടപ്രഥമൻ മാത്രമായി കഴിക്കേണ്ട, അരുതേ, അത് ഊണിൻ്റെ ഒരു ഭാഗമേ ആകേണ്ടു. ശ്രീമദ് ഭാഗവതം കഴിക്കാൻ വേണ്ടിയുള്ള ഊണുവട്ടങ്ങളാണ് ലോകസമ്പർക്കങ്ങൾ. അവയിലില്ലാത്ത രുചിയും പോഷകവും ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ലഭിക്കുന്നു. ഭക്തി എന്ന പാൽ, ജ്ഞാനമാകുന്ന അട, വൈരാഗ്യമെന്ന തരി പഞ്ചസാര, ഈ മൂന്നും ചേർത്ത് മനസ്സിൽ വിട്ട് തിളപ്പിച്ചു വേണം ഭാഗവതം കുറുക്കാൻ. തീനാളം ശരിക്കും ജ്വലിക്കണമെങ്കിൽ ബുദ്ധി എന്ന ജീവവായു ഇടതടവില്ലാതെ ലഭ്യമാകണം. അപ്പോൾ ഭാഗവത സുധ എന്ന പാലട ഒരുങ്ങുകയായി. സ്വാദിഷ്ടവും പൂർണ്ണ പോഷകവുമായ അത് ആവോളം കഴിച്ച് രസിച്ച് ഉന്മേഷത്തോടെ വാഴുക. ഭക്തി എന്ന പാൽ, ജ്ഞാനമാകുന്ന അട, വൈരാഗ്യമെന്ന തരി പഞ്ചസാര സ്വാമിജി നിർദ്ദേശിച്ചിരിക്കുന്ന 3 കൂട്ടുകളാണ്. നമുക്ക് ഭാഗവതത്തിലാണേലും പറയും അല്ലേ, ഭക്തി, വിരക്തി, ഭഗവത് പ്രബോധം. അപ്പം ഈ 3 മനസ്സിൽ തിളപ്പിച്ചിട്ട് വേണം ഭാഗവതത്തെ കുറുക്കാൻ. അതിന് ജീവവായു ആകുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അതും സ്വാമിജി പറയും, ഭക്തർ ബുദ്ധി ഉപയോഗിക്കാത്തിടത്തോളം കാലം ഭക്തിയിൽ പുരോഗതി ഉണ്ടാവില്ല. നിങ്ങൾ എത്ര വർഷം മുൻപ് പൂജ ചെയ്തു തുടങ്ങിയോ, ഇത്ര വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുള്ള അടുപ്പം കൂടിയോ കുറഞ്ഞോ, അതോ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണോ? ഇങ്ങനെ ഒരു ചിന്ത നമുക്കാർക്കും ഉണ്ടാവുന്നില്ല. അങ്ങനെ ആലോചിക്കാത്തിടത്തോളം ഭക്തി നിന്നിടത്ത് തന്നെ നിൽക്കും. സ്വാമിജി പറയും, ഒരിക്കലും അങ്ങനെ ആവരുത്. നിങ്ങളുടെ ഭക്തി മുന്നോട്ട് പോകണം. നിങ്ങൾക്കും ഈശ്വരനും തമ്മിൽ ഒട്ടും അകലമേ ഉണ്ടാവാൻ പാടില്ല. പൂജ്യമാണ് നിങ്ങളും ഈശ്വരനും തമ്മിലുള്ള അകലം. അത് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭക്തി പൂർണ്ണമാകുന്നില്ല, പുരോഗമിക്കുന്നില്ല എന്നാണ്. എവിടെയാണ് നമുക്ക് പിഴവുകൾ വരുന്നതെന്ന് വ്യക്തമായിട്ട് സ്വാമിജി ഈ ഗ്രന്ഥത്തിലും സ്വാമിജിയുടെ തത്വപ്രവചനത്തിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയാറുണ്ട്. പ്രസ്ഥാനത്രയവും ശ്രീമദ് ഭാഗവതവും, ഉണ്ണികൃഷ്ണന്റെ കുറുമ്പും കളവും, മഹാവിഷ്ണുവിൻ്റെ പല നിറത്തിലുള്ള വേഷവിധാനങ്ങളും കേട്ടു വളർന്ന കൊച്ചു മനസ്സ് പ്രായപൂർത്തിയായതോടെ പ്രപഞ്ചത്തെ തന്നെ ചോദ്യം ചെയ്യാനും
ചുറ്റും രസവിഹീനത കാണാനും തുടങ്ങി. ഇവിടെ സ്വാമിജി പരാമർശിക്കുന്നത് സ്വാമിജിയെക്കുറിച്ച് തന്നെയാണ്. സ്വാമിജി ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും കുട്ടികളായിരിക്കെ രാമായണവും മഹാഭാരതവും ശ്രീകൃഷ്ണനെ പറ്റിയുള്ള കഥകളും എല്ലാം കേട്ടാണ് വളരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു സ്വാമിജിക്കും ചെറുപ്പത്തിൽ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി സൂര്യ നമസ്കാരം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ക്ഷേത്രത്തിൽ മുടങ്ങാതെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വളരെ ക്ഷേത്രവുമായി അടുത്ത് ബന്ധം പുലർത്തിയ ഒരു ചെറുപ്പകാലം തന്നെയാണ് സ്വാമിജിക്ക് ഉണ്ടായിരുന്നത്. സ്വാമിജിയുടെ അമ്മ ചെറുപ്പത്തിൽ കുറേയധികം കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ണികൃഷ്ണന്റെ കുറുമ്പും കളവും മഹാവിഷ്ണുവിൻ്റെ പല നിറത്തിലുള്ള വേഷവിധാനങ്ങളും കേട്ട് വളർന്നു വന്ന കൊച്ചു മനസ്സ് പ്രായപൂർത്തിയായതോടെ പ്രപഞ്ചത്തെ തന്നെ ചോദ്യം ചെയ്യാനും ചുറ്റും രസവിഹീനത കാണാനും തുടങ്ങി. എന്നാൽ ദൃശ്യലോകം എന്നും മൂകമാണല്ലോ. അങ്ങനെ നിരാശയും നിരുത്സാഹവുമായി കുഴങ്ങിയിരിക്കുമ്പോഴാണ് പരമ്പൊരുളിൻ്റെ അദൃശ്യ നീക്കം ഉണ്ടായത്. വ്യാസമഹർഷി ഇറങ്ങി വന്ന പോലെ എല്ലും തോലുമായി പ്രായം ചെന്ന ഒരു തപോധനൻ അതാ കൊൽക്കത്തയിലെ നമ്മുടെ പാർപ്പിടത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സ്വാമിജി ചെറുപ്പത്തിൽ തന്നെ കൊൽക്കത്തയിലേക്ക് ഉദ്യോഗാർത്ഥം പോയി. സ്വാമിജിയുടെ ജ്യേഷ്ഠൻ അവിടെ ഉദ്യോഗം ഭരിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ സ്വാമിജിയും ചെന്ന് അവിടെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. പക്ഷേ മനസ്സിൽ നിരാശയും നിരുത്സാഹവും ആയിരുന്നു. അതിന് പരിഹരിക്കാനായി പരമ്പൊരുളിൻ്റെ അദൃശ്യ നീക്കമുണ്ടായത് സ്വാമിജിയുടെ ഗുരുവിനെ സ്വാമിജിയുടെ ഫ്ലാറ്റിലേക്ക് ആനയിച്ചുകൊണ്ടാണ്. വ്യാസമഹർഷിയെ പോലെ എല്ലും തോലുമായി പ്രായം ചെന്ന ഒരു തപോധനൻ കൊൽക്കത്തയിലെ നമ്മുടെ പാർപ്പിടത്തിലേക്ക് ആനയിക്കപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാബ ഗംഗാധര പരമഹംസർ സ്വാമിജിയുടെ ഗുരുദേവ്. അദ്ദേഹം കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ ഇവർ ജോലി ചെയ്തിരുന്ന സമയത്ത് കൊൽക്കത്തയിൽ ആ ഫ്ലാറ്റിലേക്ക് ചെന്നിട്ടുണ്ട്. ബാബ പിന്നീട് പൂർണ്ണാശ്രമം, ദക്ഷിൺ ഖണ്ഡിലെ പൂർണ്ണാശ്രമത്തിലാണ് ഏറെക്കുറെ കാലവും പിന്നീട് ജീവിച്ചിരുന്നത്. ആ പൂർണ്ണാശ്രമത്തിലേക്ക് ഇപ്പോൾ അടുത്ത മാസം സ്വാമിജി പിന്നെയും പോകുന്നുണ്ട്. പൂർണ്ണാശ്രമം ബാബ താമസിച്ചിരുന്ന രൂപത്തിലുള്ള ഗൃഹം പൊളിഞ്ഞു പോയിരുന്നു കാലക്രമത്തിൽ. അവിടെ ഒരു ആശ്രമമായിട്ട് പുനർനിർമ്മിച്ച് 2025 ഫെബ്രുവരി 25 അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. സ്വാമിജിയുടെ ബാബയുടെ ജയന്തി മഹാശിവരാത്രി ദിവസമാണ്. ഈ വർഷം മഹാശിവരാത്രി ഫെബ്രുവരി 15 15-ാം തീയതി അവിടെ ഇപ്രാവശ്യവും വിശേഷ പരിപാടിയുണ്ട്. സ്വാമിജി അതിനായിട്ട് ദക്ഷിൺ ഖണ്ഡിലേക്ക് അടുത്ത മാസം പോകുന്നുണ്ട്. അർത്ഥവും ആവേശവും ഇല്ലാത്ത ജീവിതത്തിന് പ്രധാന വഴിത്തിരിവായിരുന്നു ഈ വരവും തന്മൂലമുണ്ടായ സംസർഗവും. വിശ്രമം കാണാനില്ലാതെ കുഴങ്ങിയിരുന്ന മനസ്സിന് അങ്ങനെയാണ് ബ്രഹ്മവിദ്യയും അത് ആനയിച്ച ആത്മമജ്ജനവും അടിയന്തര നിവാരണമായി തീർന്നത്. ധ്യാനവും ജ്ഞാന തപസ്സും കൂടി വരുത്തി വെച്ചതാണ് അനന്തരം പിന്തുടർന്ന ഉപനിഷത്തുകളും മറ്റു ഉപരിഗ്രന്ഥങ്ങളുമായി എനിക്കുണ്ടായ കൂട്ടുകെട്ട്. അത് താമസിയാതെ പരമഹംസർക്കുള്ള പരിവ്രജനത്തിൽ കൊണ്ടെത്തിച്ചതോടെ പലതും വന്നണഞ്ഞു. സ്വാമിജി ബാബായിൽ നിന്ന് വലിയ താമസമില്ലാതെ ദീക്ഷ സ്വീകരിച്ചു. അങ്ങനെ ദീക്ഷ സ്വീകരിച്ച ശേഷം പൂർണ്ണ തീവ്രതയോടുകൂടി അത് പിന്തുടർന്നു. സ്വാമിജി അപ്പോഴും ഉദ്യോഗം നോക്കിയിരുന്നു. രാവിലെ 2 മണിക്കൂറും ഉദ്യോഗം കഴിഞ്ഞ് മടങ്ങി വന്ന് 2 മണിക്കൂറും ധ്യാനത്തിൽ നിരതനായിരുന്നു. അവധി ദിവസങ്ങളിൽ അതിലേറെ സമയം ബാബായെ പോയി കാണും വാരാന്താവുമ്പോൾ. അങ്ങനെയൊക്കെ നല്ലവണ്ണം തീവ്രമായിട്ട് തന്നെ ധ്യാനവും ജ്ഞാനതപസ്സും കൂടെ ചെയ്തു. സ്വാമിജി ഈ വിവരണങ്ങളെല്ലാം ആത്മസരണിയിൽ എന്ന പുസ്തകത്തിലാണ് കൂടുതലായിട്ടുള്ളത്. അതും നമ്മുടെ പുസ്തക കൗണ്ടറിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് അവിടെ ചോദിക്കും. അങ്ങനെയുള്ള ആ ദീക്ഷ സാധന പുരോഗമിച്ച് സ്വാമിജി സന്യാസം സ്വീകരിച്ചു. കുറച്ചു കാലം പരിവ്രാജന ജീവിതവും നയിച്ചു. അതാണ് ഇവിടെ ഈ ഖണ്ഡികയിൽ സ്വാമിജി പറയുന്നത്. കൊച്ചു ഹൃദയം ഉജ്ജ്വലമായതോടെ ഉണ്ണികൃഷ്ണന്റെ വളർച്ചയും വിവേകപൂർവം അറിയണമെന്ന് തോന്നിയിരിക്കാം. അപ്പോഴാണ് മധ്യവയസ്കനായ ഗീതകൃഷ്ണനെ ഒരളവ് വരെ അറിയാൻ കഴിഞ്ഞത്. ഉണ്ണിയിലെ കുസൃതി വികൃതികളെല്ലാം വിട്ട്
കുരുക്ഷേത്രത്തിൽ കർമ്മകുശല ദൃഷ്ടി കാഴ്ചവെച്ച ദേവകീപുത്രന് പ്രായം കൂടിയപ്പോൾ എന്തു സംഭവിച്ചുവെന്ന് കണ്ടത് ദ്വാരകയിൽ ഉദ്ധവനുമായി നടന്ന അന്തിമ സംവാദത്തിലാണ്. സ്വാമിജിയുടെ കാര്യം പറയാണ്. ഉണ്ണികൃഷ്ണൻ എന്നുള്ള നിലയ്ക്കാണ് കുട്ടികൾക്കെല്ലാം കൃഷ്ണനെ പരിചയം. പക്ഷേ മനസ്സിന് നമുക്ക് പാകം വരുംതോറും നമ്മൾ മുൻപ് ആരാധിച്ചിരുന്ന, നമ്മൾ ആകർഷിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ കൂടുതൽ അറിയണമെന്ന് തോന്നുമ്പോൾ സ്വാമിജിക്കുണ്ടായത് എന്താണ്? ഉണ്ണികൃഷ്ണനെ വിട്ട് മധ്യവയസ്കനായ കൃഷ്ണനിലേക്ക് ചെന്നു. മധ്യവയസ്കനായ കൃഷ്ണനാണ് കുരുക്ഷേത്രത്തിൽ അർജുനന് ഗീത ഉപദേശിച്ചത്. അതും വിട്ട് അല്പം കൂടെ പ്രായം ചെന്നപ്പോൾ ഉദ്ധവഗീത, അത് ദ്വാരകയിൽ വെച്ച് ഉദ്ധവന് ഉപദേശിക്കുകയാണ്. ശ്രീകൃഷ്ണൻ നൽകുന്ന അന്തിമ ഉപദേശമാണ് ഉദ്ധവഗീത. ഇതും കൂടി ആയപ്പോൾ പ്രസ്ഥാനത്രയ തലം വിട്ട് ശ്രീമദ് ഭാഗവതത്തിലേക്ക് കണ്ണോടിക്കാനുള്ള സാങ്കത്യം വന്നുപെട്ടു. പരമഹംസ പരിവ്രാജക കാലത്തുണ്ടായ ബഹുമുഖ സംസർഗം ഈ ആച്ചിലിന് മാറ്റുകൂട്ടി. മാത്രമല്ല, സാധാരണക്കാരെ ഓർത്ത് ഇടയ്ക്കിടെ ഉദ്ധവഗീത വിട്ടും ശ്രീമദ് ഭാഗവതത്തിലെ ചില രംഗങ്ങൾ ശുഖശൈലിയിൽ അവതരിപ്പിക്കാനുള്ള നിർബന്ധവും വന്നു ചേർന്നു. സ്വാമിജി പ്രധാനമായിട്ടും ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഇതാണല്ലോ പ്രസ്ഥാനത്രയം. അത് വിട്ട് ശ്രീമദ് ഭാഗവതത്തിലേക്കും കൂടി ശ്രദ്ധ ചെലുത്താനും, അതിൽ തന്നെ ഉദ്ധവഗീത എന്ന് പറയുന്നത് നിവൃത്തി മാർഗമാണ്, പ്രവൃത്തിക്കുള്ളതാണ് ഭഗവത്ഗീത എന്നാണ് സ്വാമിജി പറയുക. അപ്പം അതും വിട്ട് സാധാരണക്കാർക്ക് വേണ്ടി ഭാഗവതം എങ്ങനെ അവതരിപ്പിക്കണം എന്ന ചിന്ത സ്വാമിജിക്ക് ഉണ്ടായി. രാമായണം, മഹാഭാരതം പരശുരാമൻ സമ്മാനിച്ച കേരളക്കരയിൽ ദശാബ്ദങ്ങളായി നിലവിലുള്ളതാണല്ലോ ഭാഗവത സപ്താഹങ്ങൾ. ആഷാഢത്തിൽ രാമായണം വായിക്കുന്നത് ഇവിടുത്തെ പതിവാണ്. രാമായണം മനുഷ്യചരിതമാണെങ്കിൽ ശ്രീമദ് ഭാഗവതം തികച്ചും അധ്യാത്മ സമഗ്ര ശാസ്ത്രമാണ്. കുട്ടികളും കുമാരന്മാരും യുവതീ യുവാക്കളും വിവാഹിതരും പ്രായം ചെന്നവരും മരണമടുത്തവരും ഭയന്നവരും അല്ലലും അലട്ടുമായി വട്ടം തിരിയുന്നവരും തത്വജിജ്ഞാസുക്കളും സാധകരും ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഇങ്ങനെ ജനസമുദായത്തിലെ എല്ലാവർക്കും വേണ്ട ജീവിത രീതികളും മൂല്യങ്ങളും ആദർശങ്ങളും ഫലപ്രദമായി പ്രതിപാദിച്ചുകൊണ്ട് ധർമാർത്ഥ കാമ മോക്ഷങ്ങളെല്ലാം തന്നെ വിശദമാക്കി കൊടുക്കുന്ന മഹച്ഛാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. ഉള്ളടക്കവും ഉത്തുംഗതയും കൊണ്ട് ശ്രീമദ് ഭാഗവതം വേദസമമാണ്. പ്രസ്ഥാനത്രയത്തിലെ അമൂർത്ത പ്രതിപാദനങ്ങൾക്കെല്ലാം ഇതിൽ മൂർത്ത വിവരണങ്ങൾ കാണാം. പുരാണ ശൈലിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഗഹനവും സൂക്ഷ്മവുമായ തത്വാവിഷ്കരണം ഭാഗവതമുനി നടത്തുന്നത്. പണ്ഡിതൻ്റേതുപോലെ പാമരന്റെ ബുദ്ധിയെയും ആശ്ലേഷിച്ച് ആനന്ദം നൽകി വികസ്വരമാക്കണമെന്നതാകാം ഇതിൻ്റെ പിന്നിൽ. തത്വപ്രതിപാദനത്തിന് ചരിത്ര കഥനമെന്ന പരിവേഷം നൽകി കൂടുതൽ ആസ്വാദ്യവും സാമാന്യവുമാക്കി തീർക്കുന്നതുമാകണം മഹർഷിയുടെ ഉദ്ദേശം. സ്വാമിജി ഇവിടെ വീണ്ടും പറയുകയാണ്, ശ്രീമദ് ഭാഗവതം നമ്മൾ വിചാരിക്കും അല്ലേ, നമ്മുടെ സമാജത്തിൽ നോക്കിയാൽ കാണുക കൂടുതലും കുറച്ച് വൃദ്ധകളും വനിതകളും ഒക്കെ പാരായണത്തിന് ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് എന്ന്. അതല്ല, അതിൽ പറയുന്ന കാര്യങ്ങൾ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്കും ഉദ്യോഗമണ്ഡലത്തിൽ ജോലി ചെയ്യുന്നവർക്കാവട്ടെ, ആർക്കായാലും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഒരേ കണക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. എന്തോ ചില നമ്മുടെ മുൻവിധികൾ കാരണം നമ്മൾ അതൊക്കെ പിന്നീടാവാം, പ്രായമാകട്ടെ, ഇപ്പോഴയോ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെടുത്താൽ പരിഹസിക്കുന്നതും ഒക്കെ നമ്മുടെ ഒരു സമ്പ്രദായത്തിലായി കഴിഞ്ഞു. അതിനൊരു മാറ്റം വരണം. ഇതെല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാകണം. അതിനുള്ള ശ്രമം ആര് ചെയ്യണം? കുട്ടികൾ മുന്നോട്ട് വന്ന് ഞാനിതിൽ നോക്കട്ടെ, എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് വരണമെന്നില്ല. അറിയുന്ന നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, വരുന്ന തലമുറയോട് നമുക്കുള്ള ഒരു കടമയാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം എന്നുള്ളത്. അതിൽ വരുന്ന പോരായ്മയാണ് നമ്മൾ അവരിലെ മൂല്യച്യുതിയോ അല്ലെങ്കിൽ അവർക്ക് ധാരണയില്ലായ്മയായിട്ടോ നമ്മൾ കാണുന്നത്.
അപ്പോൾ പഴി ശരിക്കും നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഭാഗത്താണ്. കുട്ടികൾ വളർത്തുന്ന രീതിയിൽ എന്തെങ്കിലും കുറവ് വരുന്നത് കൊണ്ടാണ് അവരിൽ എന്തെങ്കിലും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളിതൊക്കെ വായിച്ചിരുന്നല്ലോ, നമുക്കിതൊക്കെ അറിയായിരുന്നല്ലോ, ഇവർക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ ജീവിത രീതികൾ മാറി, അതനുസരിച്ച് പക്ഷേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന മൂല്യങ്ങൾ കുട്ടികളിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം നമ്മൾ അന്വേഷിച്ചില്ല. ആ പോരായ്മ നമ്മൾ ഓരോരുത്തരുടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആവും വിധം എത്രയും പേരിൽ ഇതെത്തണം. അതിന് ഒരു ഈശ്വരൻ, ഭക്തി, മൂല്യം ഭക്തി എന്നീ പരിവേഷം കൂടാതെ തന്നെ നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞാൽ യുവാക്കൾക്ക് അത് കുറേയും കൂടെ സ്വീകാര്യമാവും. അവർക്ക് ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിന് ആവശ്യമുള്ള മൂല്യങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അവർക്കൊരു പക്ഷേ കൂടുതൽ സ്വീകാര്യം. അങ്ങനെ തന്നെ ചെയ്യാം. അല്ല, കുട്ടികളാവുമ്പോഴോ അവർക്ക് കുറച്ച് അച്ചടക്കം വേണം. അവർക്ക് അവരുടെ മനസ്സിനെ കുറച്ചും കൂടെ വരുതിയിലാക്കി ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ട മൂല്യങ്ങൾ സ്വായത്തമാക്കണമെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശം കൊടുക്കണം. ഇതെല്ലാം ആലോചിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം മുതിർന്നവരെന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതും കൂടെ എല്ലാവരോടും പറയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന അറിവും നിങ്ങൾക്ക് കിട്ടുന്ന പുസ്തകങ്ങളിലൂടെയുള്ള മൂല്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ സെഷൻ നമുക്കിവിടെ സമാപിക്കാം. ഈ പുസ്തകം, നിങ്ങൾക്ക് വിതരണം ചെയ്ത പുസ്തകം നമ്മുടെ പുസ്തക കൗണ്ടറിൽ ലഭ്യമാണ്. ഇതിന് നമ്മൾ 100 രൂപയെ ഒരു സൗജന്യ നിരക്കെന്നുള്ള നിലയ്ക്ക് വെച്ചിട്ടുള്ളൂ. അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാ സ്മരാമി പ്രണൗമി. പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാ സ്മരാമി.